ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ബ്രോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടുണ്ടാക്കാൻ ടേസ്റ്റോ പറയേണ്ടതില്ല. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, മല്ലി, ഉണക്കമുളക് എന്നിവയാണ് പ്രധാന ചേരുവകൾ. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മല്ലിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായി വറുക്കുക. അതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് വീണ്ടും വറുത്തെടുക്കണം. ഈ മിശ്രിത ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് മല്ലിയിലയും ഉപ്പും ചേർക്കാൻ മറക്കരുത്. ഇനി നമ്മൾ തയ്യാറാക്കിയ ഈ മസാലക്കൂട്ട് ചിക്കനിലേക്ക് ചേർത്ത് നന്നായി കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. എത്ര സമയം വെക്കുന്നുവോ അത്രയും ടേസ്റ്റ് കൂടും. അതുകൊണ്ട് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി കോട്ടിങ്ങിനുള്ള മിശ്രിതമുണ്ടാക്കാം. ഒരു പാത്രത്തിൽ മൈദയും കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മറ്റൊരു പാത്രത്തിൽ ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്ത് വെക്കുക. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ആദ്യം മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയെടുക്കുക. ശേഷം മൈദ കോൺഫ്ലവർ മിശ്രിതത്തിലിട്ട് നന്നായി അമർത്തി പൊതിഞ്ഞെടുക്കണം. ബ്രോസ്റ്റിന്റെ ആ ടെക്സ്ചർ കിട്ടാനായി ചിക്കൻ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എണ്ണ നന്നായി ചൂടാക്കി ബ്രോസ്റ്റ് തയ്യാറാക്കിയ ചിക്കൻ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബ്രോസ്റ്റ് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളിത് തീർച്ചയായും വീട്ടിലുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.